വൈകുന്നേരത്തെ ചെറിയൊരു കുക്കിംഗ് വ്ലോഗ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പിറ്റേന്നത്തേക്ക് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ദാ ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഞാൻ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം അരിഞ്ഞൊന്ന് സെറ്റാക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പരിപ്പെടുത്തിട്ട് അത് നന്നായിട്ട് ഒരു 2-3 വെള്ളം കഴുകി നമുക്ക് കുക്കറിലോട്ട് 2 കപ്പ് വെള്ളം വെച്ചിട്ട് നമുക്ക് കുക്കറിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനൊരു 4 വിസിലൊക്കെയാണ് കേൾപ്പിക്കാറുള്ളത്. അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഈ പരിപ്പ് നമ്മൾ വേവിക്കാൻ വയ്ക്കുമ്പോൾ 1-2 പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് നാളത്തേക്ക് പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാനായിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ 2 പാവയ്ക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് അരിഞ്ഞെടുത്ത് കഴുകി ഇനി നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, ഉപ്പ്, കുറച്ച് അരിപ്പൊടി. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കാനായിട്ടാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ പിറ്റേന്ന് എടുക്കുമ്പോൾ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്കിത് അത്ര ഇഷ്ടമല്ല കേട്ടോ. ചേട്ടന് ഈ പാവയ്ക്ക ഫ്രൈക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.